വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നെവിന്റെ ഗെയിം ചെറുതായിട്ടൊന്ന് മാറ്റിയതുപോലെ തോന്നുന്നുണ്ട്. അനീഷിന്റെ കൂടെ നിന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങളും നെവിൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ഫണ്ണായിട്ട് നിന്നിട്ടുള്ള ഒരു ഗെയിമാണ് നെയിം അവിടെ കളിക്കുന്നത്. വളരെ തമാശകൾ പറയുന്ന, കുസൃതികൾ കാണിക്കുന്ന വികൃതിയായ കണ്ടസ്റ്റന്റ് അതാണല്ലോ നെവിൻ. എപ്പോഴും ലാലേട്ടനോട് പറയുന്ന മറുപടിയിൽ പോലും ആ കുസൃതി തരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ തമാശകൾ കാണാൻ കഴിയും. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസിനകത്ത് കുറച്ചൊക്കെ ഒന്ന് സീരിയസ് ആവണം. പക്ഷെ ലാലേട്ടൻ അതൊക്കെ ഒരു തമാശയായിട്ട് ഇപ്പോഴും എടുത്തിട്ടുള്ളൂ. എല്ലാ ആഴ്ചകളിലും പക്ഷെ അങ്ങനെ ആകണമെന്നൊന്നുമില്ല. തൽക്കാലം നെവിൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ പോയതിനു ശേഷം അനീഷുമായിട്ട് എന്തൊക്കെയാണ്, അനീഷിനെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, എനിക്കൊരു ചേട്ടനെ വേണം എന്നൊക്കെ പറയുന്നു. തമാശയ്ക്കാ ചെയ്യുന്നത്. ബട്ട് സ്ക്രീൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അനുമോളാണ് തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്നത്. അവരെയും കിടക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ. പിന്നീട് അനുമോള് എണീറ്റ് അടിയൊക്കെ കൊടുക്കുന്നുണ്ടോ. അങ്ങനെ അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോകാനൊക്കെ പോകുന്നു. ചിരിച്ചോണ്ടാണ്. അനീഷ് ചിരിക്കുന്നൊക്കെ അപൂർവമാണല്ലോ. എന്തായാലും ചിരിച്ചോണ്ടൊക്കെയാണ് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ആള് ശ്രമിക്കുമ്പോഴാണ് നെവിൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അപ്പാനിയുടെ അടുത്ത് പോയിട്ട് എനിക്കൊരു ചേട്ടനെ വേണം എന്നും പറഞ്ഞു പോയി അവിടെ കിടക്കുന്ന കണ്ടു. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമില്ലേ, അയാളുടെ ഗെയിമിനെ എങ്ങനെ തകർക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക. അയാളുടെ ഗെയിമിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങളും അയാൾക്കെതിരെ ഗെയിം കളിക്കുക. സോ നെവിൻ മിണ്ടാതെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും ഈ ഷോ എനിക്ക് അത്യാവശ്യമാണ് വേറെ ആരെക്കാളും എന്ന് നെവിൻ പറയുന്നുണ്ട്. സ്മോക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഇന്നലെ ലൈവില് തമാശയൊക്കെ കാണിച്ചു കിടക്കുന്ന നെവിന് ഈ ഒരു ഷോ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പറഞ്ഞത് നെവിൻ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. അനീഷിനെതിരെ നെവിൻ ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ രാത്രി ലൈവിൽ കണ്ട ആ ഒരു അനീഷ് ചേട്ടാ സ്നേഹം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.